ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ ഇന്ന് ലേറ്റായിപ്പോയി എഴുന്നേറ്റതൊരു 7:30 ആയപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യും. അവന് രാവിലെ എന്നെ വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ഉമ്മയൊക്കെ കൊടുത്തു. ആൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് ചോദിച്ചാൽ ഉപ്പുമാവായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ വേവിക്കാമെന്ന് ഓർത്തു. അമ്മ അപ്പോൾ അത് അരിഞ്ഞ് സെറ്റാക്കി. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഞെക്കണം. അപ്പം ഇത് ചക്കയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കണം. അത് ആവിയിൽ വേവുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ തേങ്ങായ, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇത് സെറ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരപ്പെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറക്കണം. അതിനുവേണ്ടൊരു പാൻ വെച്ചു. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കരിയാപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക്, അതായത് ചക്ക വേവിച്ച് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ചക്ക അങ്ങനെ വെന്തു. നമുക്കപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാനായിട്ട് ചോറ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സൈഡിന് തോരനുണ്ട്, പയർ തോരനുണ്ടായിരുന്നു, മീനച്ചാറുണ്ടായിരുന്നു, പിന്നെ പച്ചമോര് എനിക്ക് ഫേവറേറ്റാണ്. പച്ചമോരുണ്ടായിരുന്നു. അപ്പം മീൻ അച്ചാർ കൂടാതെ തന്നെ അതിൻ്റെ മീൻ വറുത്ത ആ ടൈമിൽ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് കഴിച്ചത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ഉറങ്ങിയതിന് ശേഷം ഞാൻ ഓർത്തു എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടൈമായി. പിന്നെ ഒരു 4-5 മണിയായപ്പോൾ ഞാനടുത്ത് ഇന്ന് സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് പായസം റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്ക്കകത്താണ് ഞാൻ മറ്റേ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ സെറ്റാക്കുന്നത്. അപ്പം ഞാൻ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെയും അത് നല്ലപോലെ ഫ്രൈ ആയിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതിൽ തന്നെ വറുത്തെടുക്കണം. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടത് ഞാൻ മാറ്റി വെച്ചു. അത് കഴിയുമ്പോൾ നമുക്ക് ഈ നെയ്യിൽ തന്നെ വേണം നമുക്ക് സേമിയ, അതായത് സേമിയയുടെ ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ അതും അതിൽ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തു. അപ്പം അത് പ്രത്യേക ഒരു ടേസ്റ്റും കൂടാണ് അതിൻ്റെ നെയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോഴത്തേക്ക്. അപ്പം നല്ലപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെയും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സേമിയ നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 2 കവർ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 2 ഗ്ലാസ് പാൽ നമ്മൾ ഓരോ സേമിയയുടെ അളവിനനുസരിച്ചാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയേ. അപ്പം നമുക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ നോർമലി ഒരുപാട് പഞ്ചസാര ഇടാറില്ല, നോർമൽ മധുരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഏലക്ക ഇടുന്നുണ്ട്. ഈ ഏലക്ക പൊടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പം ഞാൻ എൻ്റെ കൂടെ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടിച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിയുമ്പോൾ ചൗരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്.
അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒരു നോർമലായിട്ട് നല്ലപോലെ വെന്തു. അപ്പോൾ നമുക്കത് സേമിയയിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു പായസം തന്നെയാണ്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചെറിയൊരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ 2 ഐറ്റവും വേഗം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ ഗൈസ്.